ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ വന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് നമ്മുടെ കടയുമായിട്ട് നമ്മുടെ ബ്യൂട്ടി പാർലർ തുടങ്ങുന്ന കാര്യം എൻ്റെ ലൈവിൽ വന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പോയി സംസാരിച്ചു. ഒരു ദിവസം അതിനായിട്ട് പോയിരുന്നു. അപ്പോൾ യുക്കോ ബാങ്ക്, അങ്ങനെ IOB ബാങ്ക്, അറിയാമല്ലോ, ഒരുപാട് ബാങ്കുകളുണ്ട്. അവിടെയെല്ലാം കയറി ഇറങ്ങി സംസാരിച്ചു. അപ്പോൾ നമ്മുടെ യുക്കോ ബാങ്കിലെ മാമിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം മാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വർഷാവസാനമാണല്ലോ, ബാങ്കിലെല്ലാം കണക്കെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ലോണിനായിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത വർഷാരംഭത്തിൽ മാത്രമാണ് അതിനായിട്ട് സാധിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ലൈസൻസ് എൻ്റെ കാര്യത്തിന് ഇനി പഞ്ചായത്തിൽ പോയി അതൊക്കെ ശരിയാക്കണം. അതിനൊന്ന് മുന്നായി നമ്മൾ ലൈസൻസിന് അപേക്ഷിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ കട നമ്മൾ എഗ്രിമെൻ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം പോകണം. എഗ്രിമെൻ്റ് എഴുതണമെങ്കിൽ അഡ്വാൻസ് കൊടുത്തല്ലേ എഗ്രിമെൻ്റ് എഴുതാൻ പറ്റൂ. അങ്ങനെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഞാൻ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അത് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ ലൈസൻസിനായിട്ട് അപേക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ ഇനി അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഇനി അന്വേഷിച്ചും പറഞ്ഞു. പിന്നെ എന്നെ സഹായിക്കാനായിട്ട് ഒരുപാട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്കറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. എൻ്റെ പ്രായത്തിലും മുതിർന്നവരാണ് എൻ്റെ സുഹൃത്തുക്കൾ. അത് ഞാൻ പ്രത്യേകം പറയാമല്ലോ. കാരണം ഞാൻ വർക്ക് ചെയ്ത ഷോപ്പിലെ ചേച്ചിയായാലും അവിടുത്തെ താഴത്തെ ജാസ്മിച്ചി ആയാലും അങ്ങനെ ഒരുപാട് പേര് എനിക്ക് അവിടെ തന്നെ കമ്പനിക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും പറഞ്ഞു തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല രീതിക്ക് എനിക്ക് എൻ്റെ ആഗ്രഹം കണക്ക് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ദൈവം സഹായിച്ച് ഇപ്പം ഇന്നലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറവുണ്ടെന്ന് പറയുന്നു, അന്ന് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. ഇന്നലെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇന്നലെ വയ്യായിരുന്നു, ചെറിയൊരു വിമിഷ്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പം അറിയത്തില്ല, ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പുറത്തൊക്കെ പോയിട്ട് വന്ന് അവിടെ ഇരിക്കുന്നു. ഇനി മക്കളെ വിളിക്കാനായിട്ട് പോകണം. അവരെ വിളിക്കാനുള്ള സമയമായി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ അടുത്ത് ഈ കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. കാരണം നിങ്ങൾ അറിയണമല്ലോ, എൻ്റെ കൂടെ നിൽക്കുന്നവരല്ലേ, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ. അപ്പം എൻ്റെ കടയുടെ കാര്യങ്ങളൊക്കെ, ഞാനിങ്ങനെ ഷോപ്പിടുന്ന കാര്യത്തിനെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.